ഒരിടത്തും കണ്ടിട്ടില്ല. ചരിത്ര വിജയം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നേടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇടതുപക്ഷവും BJPയും രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമായി ചുരുങ്ങിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം നേരത്തെ ഉറപ്പായി കഴിഞ്ഞു. ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിലാണ് അത് ചരിത്ര ഭൂരിപക്ഷം നേടുന്നത്. ഉറപ്പിക്കുന്ന ഒരു ആൾക്കൂട്ടമാണല്ലേ? തീർച്ചയായിട്ടും വളരെ ആവേശമാണ്. ഇന്നേ വരെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ കാണാത്ത ആവേശമാണ്. കേരളം മൊത്തം ഇവിടെ ഒഴുകിയെത്തിയിരിക്കുന്നു. ഞാൻ അരുണിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ NDA ക്യാമ്പിലെ ആവേശത്തിലേക്ക് കൂടി നമുക്ക് പോകണം. അവിടെ കെ സുരേന്ദ്രനാണോ മത്സരിക്കുന്നതെന്ന് തോന്നിപ്പോകും. കെ സുരേന്ദ്രനെ എല്ലാവരും എടുത്തുയർത്തുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ സി കൃഷ്ണകുമാർ JCBയിൽ നമ്മൾ കണ്ടതാണ്. JCBയിൽ ഉയർത്തി സ്ഥാനാർത്ഥികളെ ഈ രീതിയിലുള്ള പ്രചരണം നമ്മൾ പലയിടങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും പാലക്കാട് അത് പ്രതീക്ഷിക്കുന്നത് കൃഷ്ണകുമാറാണ്. വളരെ ഉയരത്തിൽ എല്ലാവരെയും കണ്ടുകൊണ്ട് തന്നെ അദ്ദേഹം അവസാനം അവരുടെ കൊടി ഉയർത്തി കാണിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കെ സുരേന്ദ്രനെ പ്രവർത്തകരെല്ലാം എടുത്തുയർത്തുന്നത് കണ്ടിരുന്നു. കെ സുരേന്ദ്രനെ സംബന്ധിച്ചും വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെയൊക്കെ ഉയർന്ന വിഷയങ്ങൾ നിരവധിയാണ്. സന്ദീപിന്റെ പാർട്ടി വിട്ടുള്ള പോക്ക് അതൊക്കെയും വിരൽ ചൂണ്ടുന്നത് കെ സുരേന്ദ്രനിലേക്കാണ്. അതുകൊണ്ട് തന്നെ ജയം അതിൽ കുറഞ്ഞൊന്നും സുരേന്ദ്രനും ചിന്തിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ വോട്ടെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ മുഖരക്ഷിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണ് മുന്നണികൾ. എന്തായാലും വീറും വാശിയും ഏറെയാണ്. LDF ക്യാമ്പിലും നമുക്ക് നൃത്തവും ആവേശവും ഒട്ടും കുറവല്ല എന്ന് കാണാം. വലിയ ആവേശത്തിൽ പ്രവർത്തകർ, നേതാക്കന്മാർ തന്നെ ഡാൻസ് കളിച്ച് പ്രവർത്തകരുടെ ആവേശത്തിനൊപ്പം ചേരുകയാണ്. അൻവർ സാദത്ത് ആ രീതിയിൽ ഡാൻസ് കളിച്ചുകൊണ്ട് പ്രവർത്തകരെ ആവേശത്തിലാക്കുന്നത് നമ്മൾ കണ്ടു. എല്ലായിടത്തും ആ രീതിയിലുള്ള പ്രചരണം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആവേശം നമുക്ക് കാണാം. DJ ഉണ്ട്, ഒപ്പം ലേസർ ഷോ ഒക്കെ ഇതിന്റെ അകമ്പടിയായി തന്നെ ഉണ്ട്. എല്ലാ സാധ്യതകളും പരീക്ഷിക്കുകയാണ് മുന്നണികൾ. അരുൺ, അവിടെ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയോ? UDF ക്യാമ്പിലേക്ക് വരാം. NDA ക്യാമ്പിലെ ആവേശത്തിലേക്ക് ഞങ്ങളത് പോയതാണ് ഇടയ്ക്ക്. ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വലിയ രീതിയിൽ ഈ പാലക്കാടിന്റെ ശബ്ദം നിയമസഭയിൽ ഉയർന്നു കേൾക്കാൻ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും. നമുക്കൊപ്പം നിൽക്കാം. എന്തായാലും അരുണിലേക്ക് എത്താം. പാലക്കാട് കടലില്ലെന്ന് ആരാ പറഞ്ഞത്? മനുഷ്യക്കടലാണ് പാലക്കാട് ഉള്ളത്. അത് സ്നേഹത്തിന്റെ കടലാണ്. അതെല്ലാം വോട്ടായി മാറും എന്ന ആത്മവിശ്വാസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പം മുൻപ് ന്യൂസ് 8 സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അത്രമാത്രം ജനപങ്കാളിത്തമുണ്ട്. അതൊക്കെ വോട്ടാണ്. ആ ആവേശം വെറും കൊട്ടിക്കലാശത്തിന്റെ ആവേശം മാത്രമല്ല, കൊട്ടിക്കലാശം കാണാൻ വന്ന ജനങ്ങളല്ല, അതൊക്കെ വോട്ടാണ്. വോട്ടായി തന്നെ ആ ആൾക്കൂട്ടം മാറും. അത് തങ്ങൾക്ക് സുനിശ്ചിതമാക്കും വിജയം എന്ന ആത്മവിശ്വാസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയത്. അതേസമയം ഇടത് ക്യാമ്പിലും വലിയ ആവേശം പാലക്കാടിനെ സംബന്ധിച്ച്. കഴിഞ്ഞ 2 തവണയായി ഇടത് ക്യാമ്പിന് ആശിക്കാൻ ഒന്നുമില്ലാത്തവരായിരുന്നു. പക്ഷേ നോക്കൂ, ഈ മത്സരം ഈ രീതിയിലൊരു ത്രികോണ മത്സരമാക്കാൻ ആ സരിനെ തങ്ങളുടെ സ്ഥാനാർത്ഥിയാക്കി മാറ്റാൻ ഇടതുപക്ഷം കാണിച്ച തന്ത്രം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഈ രീതിയിൽ ആവേശത്തിലാക്കിയത്. ആ ഒരു തന്ത്രമാണ് അത്. LDFന്റെ സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നുവെങ്കിൽ സന്ദീപിനെ തിരിച്ചുകൊണ്ട് BJPയിൽ നിന്ന് തങ്ങളുടെ ക്യാമ്പിലെത്തിച്ച് LDF തങ്ങൾക്കൊപ്പം നിർത്താൻ ആഗ്രഹിച്ച ഒരാളെ UDFിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ആണ് അതിന് മറിച്ച് ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഇപ്പോൾ UDF നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ ആവേശം